കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ തെങ്കാശിയാണെന്ന്. ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന തെങ്കാശിയുടെ കാഴ്ചകളായിരിക്കും. പറയാതെ തന്നെ ഇവിടുത്തെ ഒരു സൗന്ദര്യം എന്താണെന്നുള്ളത് വിഷ്വലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ എന്ത് ഭാഗ്യവാന്മാരാണ്. കാരണം നഗരത്തിന്റെ തിരക്കുകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്ര മനോഹരമായ ഒരു ഗ്രാമത്തിലെ ജീവിതം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നായിരിക്കും. എത്ര ശാന്തസുന്ദരമായാണ് ഇവിടുത്തെ പ്രകൃതി നമ്മളെ സ്വീകരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള സമാധാനമുള്ള സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ അടുത്ത മാസമാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ ഈ പാടങ്ങളെല്ലാം തന്നെ നല്ല പച്ച വിരിച്ച നെൽക്കതിര് കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാണുന്നതൊക്കെ വില്ലേജുകളിലേക്കുള്ള വഴികളാണ് കേട്ടോ. നമ്മുടെ ദുൽഖർ പറഞ്ഞ അംബാസമുദ്രത്തിലേക്ക് ഇവിടുന്ന് വെറും 55 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങോട്ട് ഇറങ്ങുവാ. കമ്പം തീരുന്നു ചുറ്റിട്ട് നേരെ അംബാസമുദ്രം. ഒരു 20 തവണയ്ക്ക് മുകളിലെങ്കിലും ഈ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് കൂടി വന്ന ഈ ഒരു സീനാണ് കേട്ടോ. അങ്ങ് ദൂരെയായി നിലവിഴുന്ന ട്രാക്ടർ കാണാം. ഇപ്പോൾ പിന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാ യന്ത്രങ്ങളായല്ലോ. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ കാളയെ കൊണ്ട് നിലം പൂട്ടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇതത്ര മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും കാള, കലപ്പ, പാടം ഇതൊക്കെ നമുക്കൊരു ഗ്രാമീണത സമ്മാനിക്കും. ഈ ഒരു സമയം നീല കളറിലാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒരു ആകാശം നല്ല ചുവപ്പ് കളറാകും കേട്ടോ. ഏതായാലും നഗരത്തിന്റെ തിരക്കുകളും ഹോണടിയും സ്ട്രെസ്സും ജോലിത്തിരക്കും ആങ്സൈറ്റിയും എല്ലാത്തിനും ഇതൊരു മെഡിസിൻ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ ട്രിപ്പ് ഈസ് ഓൺ ടൈം.